വിവാഹത്തിന് പൊരുത്തങ്ങൾ നോക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരുപാട് പേരിൽ നിന്ന് അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ് ചോദിച്ചിട്ടുള്ളത്. മുതിർന്നവരൊക്കെ ആണെങ്കിൽ ചെറിയ പ്രായത്തിൽ യുക്തിവാദവും ഈ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലായ്മയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാലും അവരുടെ മക്കളുടെ ഒരു വിഷയം വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും പൊരുത്തം നോക്കാനായിട്ട് വരും. മക്കളുടെ കാര്യമല്ലേ, നമ്മളൊന്നും നോക്കാതെ ചെയ്തുകൊണ്ടൊരു കുഴപ്പം വരാൻ പാടില്ല എന്നൊക്കെ ആയിരിക്കും അവരുടെ അപ്പോഴുള്ള ഡയലോഗ്. ചെറുപ്പക്കാരങ്ങനെയല്ല. ഈ വെറുതെ പല ആലോചനകളും വന്നു പൊരുത്തം നോക്കുമ്പോൾ ചേരുന്നില്ല, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് അതൊരു അരോചകമായി തോന്നും. അങ്ങനെയുള്ള അവസരത്തിലാണ് അവർ ചോദിക്കുന്നത് ഈ പൊരുത്തങ്ങൾ നോക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന്. ശരിക്ക് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ അർത്ഥമൊന്നും ഇതിന് കൽപ്പിക്കാനില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഇന്നത്തെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയ ഒരു പൊരുത്ത സമ്പ്രദായമൊന്നുമല്ല നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പണ്ടെങ്ങോ വീട്ടമ്മമാരായിട്ട് മാത്രം ഒതുങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവർക്കുള്ള വിവാഹാലോചനയിൽ ആവശ്യമുള്ള ഘടകങ്ങൾ അതൊന്നും അല്ലല്ലോ ഇന്നത്തെ ജനതയ്ക്ക് ആവശ്യമുള്ളത്. ഇന്ന് കാലം മാറി. വീട്ടമ്മമാർ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന് പാചകവൃത്തികൾ മാത്രം ചെയ്ത്, അല്ലെങ്കിൽ ഓരോ വർഷാവർഷം ഓരോ പ്രസവിച്ചു വെച്ച് അങ്ങനെയുള്ള വീട്ടമ്മമാരല്ല ഇന്നുള്ളത്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലെ മൊത്തം കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൊരുത്തത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ അവരുടെ മറ്റുള്ള പശ്ചാത്തലത്തെ കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. പൊരുത്തങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാം, നോക്കിക്കൂടായികയല്ല പറയുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ വ്യക്തികളെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മകളായിക്കോട്ടെ മകനായിക്കോട്ടെ, അവർ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തി എങ്ങനെയുണ്ട്, അവരുടെ ജീവിത പശ്ചാത്തലം എങ്ങനെയാണ്, നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ, വെറുതെ മാട്രിമോണിയിൽ കണ്ടിട്ട് നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് മുന്നോട്ട് പോകുന്നതിലുപരി അവരെക്കുറിച്ച് പരമാവധി പഠിക്കാൻ പറ്റുന്ന ഒരു കുടുംബമാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു പൊരുത്തം നോക്കലായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ് ഇന്ന് ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ വരുന്നതും. അതേപോലെ മറ്റൊരു കാര്യവും നിങ്ങൾ ആലോചിക്കണം. ഈ 10ൽ 10 പൊരുത്തവും ഉണ്ടായിട്ട് നടത്തി എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയി തീർന്നു പല ആൾക്കാരും പരിതപിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആ പൊരുത്തങ്ങൾക്ക് അവിടെ പ്രാധാന്യമില്ലാന്ന് അവിടെ തന്നെ വ്യക്തമല്ലേ. അത്തരം പൊരുത്തങ്ങൾക്കല്ല ഇന്നത്തെ കാലത്ത് പ്രാധാന്യം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും തുറന്ന് പങ്കുവയ്ക്കുക, അവരവരുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, ഈവൻ ഏറ്റവും കുറഞ്ഞ പക്ഷം ആരോഗ്യ പ്രശ്നങ്ങളെങ്കിലും അതെങ്കിലും മറച്ചു വെക്കാതിരിക്കുക. എന്തെങ്കിലും പുരുഷൻ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്ത്രീയുടെ വീട്ടുമായിട്ടും സ്ത്രീയെയും ബോധ്യപ്പെടുത്തുക, സ്ത്രീക്കും അതുപോലെ തന്നെ തിരിച്ചു ബോധ്യപ്പെടുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടത് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ പലരും എന്നോട് തിരിച്ചു ചോദിച്ചേക്കാം, അപ്പോൾ നിങ്ങൾ പൊരുത്തം നോക്കാറില്ലേ, പൊരുത്തം നോക്കി കൊടുക്കാറില്ലേ എന്ന്. നോക്കി കൊടുക്കാറുണ്ട്. ആയിരക്കണക്കിനെന്നല്ല 10,000-കണക്കിന് പൊരുത്തങ്ങൾ ഞാൻ നോക്കി കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷത്തിന്റെ ആ സർവീസിനായിട്ടാണ് അവർ എന്നെ സമീപിക്കുന്നത്, പൊരുത്തം നോക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള വഴി. അല്ലാതെ അവർ വരുന്നവർക്കെല്ലാം ഉപദേശം കൊടുത്തു വിടാൻ സാധ്യമല്ലല്ലോ. അപ്പൊ അവരുടെ ആവശ്യം പൊരുത്തം നോക്കലാണെങ്കിൽ ആ പൊരുത്തം നോക്കി കൊടുക്കുന്നു എന്നർത്ഥം. ഇപ്പൊ നമ്മൾ കട വെച്ചിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചോളൂ, അവിടെ കോളയും മറ്റു ശീതളപാനീയങ്ങളും ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഇരിപ്പുണ്ടാവാം. പക്ഷെ വന്ന് ചോദിക്കുന്ന ഒരാള് കോള ചോദിക്കുമ്പോൾ നിങ്ങൾ കോള കുടിക്കല്ലേ, വെളിയിൽ പോയി കരിക്കിൻ വെള്ളം കുടിക്കൂ എന്നൊക്കെ പറഞ്ഞു വിടാൻ പറ്റുമോ? അങ്ങനെയാവുമ്പോൾ അവർ ആ കടയിലേക്ക് വരില്ല, നമ്മുടെ കച്ചവടവും നടക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഉപദേശങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ലാതെയാകുന്നു. എന്നെ എന്തിനു സമീപിക്കുന്നോ ആ സർവീസ് ഞാൻ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമാക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വരുന്നവർക്ക് പൊരുത്തം നോക്കാനാണെങ്കിൽ പൊരുത്തം നോക്കി കൊടുക്കുന്നു, മുഹൂർത്തമാണ് ആവശ്യമെങ്കിൽ മുഹൂർത്തം നോക്കി കൊടുക്കുന്നു. അത് ഈ പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ എൻ്റെ ജോലി മാത്രമാണ്. ഇനി പൊരുത്തത്തിൽ വിശ്വസിക്കുന്നവർ അത് പിന്തുടരുന്നവർ അവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല. അങ്ങനെയുള്ളവർ പലരും 10ൽ 10 പൊരുത്തം എന്നൊക്കെ പദപ്രയോഗം നടത്തി കാണാറുണ്ട്. പക്ഷെ അത് സംഭവമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 10ൽ 9 പൊരുത്തങ്ങളാണ് പരമാവധി ലഭിക്കാവുന്ന പൊരുത്തങ്ങൾ. അത് തന്നെ വളരെ വിരലിലെണ്ണാവുന്ന ചില നാളുകൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള 9 പൊരുത്തം കിട്ടുക. അതിലൊന്നാണ് കാർത്തികയുടെ ആദ്യപാദവും തൃക്കേട്ട നക്ഷത്രവും. ഇങ്ങനെയാണ് അവരുടെ കോമ്പിനേഷൻ എങ്കിൽ, സ്ത്രീയുടെ കാർത്തിക നക്ഷത്രവും പുരുഷന്റെ തൃക്കേട്ടയുമാണെങ്കിൽ 9 പൊരുത്തം കിട്ടും. അതേപോലെ പുണർന്ന നാളുകാർക്ക്, പുണർത്തിന്റെ ആദ്യത്തെ 3 പാദത്തിൽ ജനിച്ചവർക്ക് അശ്വതി നാളിലുള്ള പുരുഷനാണെങ്കിൽ 9 പൊരുത്തം കിട്ടും. ഇങ്ങനെ വളരെ അപൂർവം നാളുകൾക്ക് മാത്രമാണ് 9 പൊരുത്തമെങ്കിലും കിട്ടുക. ബാക്കിയുള്ളതൊക്കെ അതിന് താഴെയാണ് കിട്ടുക. അതേപോലെ ചില നാളുകൾക്ക് ഇപ്പൊ മകൻ നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണെന്ന് കരുതുക. ഈ മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്ക് 27 നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രമുള്ള പുരുഷനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും 6 പൊരുത്തങ്ങളിൽ കൂടുതൽ ലഭിക്കില്ല. അപ്പൊ അവരൊക്കെ 10ൽ 6 ഉള്ളൂ എന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല.
പരമാവധി കിട്ടാവുന്ന പൊരുത്തമാണ് 6 പൊരുത്തം. ഇതിനെക്കുറിച്ച് പലരും ബോധ്യപ്പെടാറില്ല. ഇത് മാത്രമല്ല, ഈ 9 പൊരുത്തങ്ങളുള്ള കാണിച്ചു കൊടുത്തിട്ട് പോലും 9 പൊരുത്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പോലും ചില പേരൻസ് ചോദിക്കാറുണ്ട്, അപ്പോൾ സാറേ ഒരു പൊരുത്തം കൂടി ഉള്ള ഒരു ജാതകം കിട്ടിയാൽ നമുക്ക് 10ൽ 10 ആവുമായിരുന്നു അല്ലേ എന്ന്. അതൊരു വലിയ മണ്ടത്തരമാണെന്ന് സൂചിപ്പിക്കുന്നു. ഇനി 10ൽ എത്ര പൊരുത്തം ഉണ്ടായാൽ വിവാഹം നടത്താം എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് സാധാരണ ജ്യോതിഷികൾ ചെയ്യുന്നത് 4ന് മുകളിലാണെങ്കിൽ, 4 അതിന് മുകളിലുമാണെങ്കിൽ വിവാഹം നടത്താമെന്ന് സമ്മതിക്കാറുണ്ട്. 5ഒക്കെയാണ് ഒരു ശരാശരി എന്നുള്ള നിലയിൽ കണക്കാക്കുന്നത്. ഇനി മറ്റൊരു വിഭാഗം ജ്യോത്സ്യന്മാര് 2 ദോഷങ്ങൾക്ക് മാത്രം വലിയ പ്രാധാന്യം കൊടുക്കുന്നു. രജ്ജു, വേദം, ഇത് 2 ദോഷങ്ങളാണ്. ഈ ദോഷങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പൊരുത്തവും ഇല്ലെങ്കിലും വിവാഹം നടത്താമെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ രജ്ജുവിനും വേദത്തിനുമൊക്കെ ആ 2 കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നർത്ഥം. ഇനി മറ്റൊരു വിരോധാഭാസമുള്ളത്, പല നാടുകളിലും, ഇപ്പോൾ ഭാരതത്തിലാണ് ജ്യോതിഷം രൂപം കൊണ്ടതെങ്കിലും ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പൊരുത്തങ്ങൾ പരിശോധിക്കുന്നതിൽ കാര്യമായിട്ടുള്ള അന്തരം കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ കേരളത്തിൽ രജ്ജു ദോഷത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ തമിഴ്നാട്ടിൽ ഈ നമ്മളുടെ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു രജ്ജു ദോഷമില്ല. നമ്മുടെ കേരളത്തിൽ വേദം എന്ന് കണക്കാക്കുന്ന, വർഗവേദം എന്ന് കണക്കാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടുത്തെ ആളുകൾ രജ്ജു എന്ന രീതിയിൽ കണക്കാക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ രജ്ജു എന്ന് പറയുന്ന രീതി ഇവിടെ ഇല്ല എന്നർത്ഥം. അതിന് പകരമായിട്ടാണ് അവർ വർഗവേദത്തിനെ രജ്ജുവായിട്ട് കണക്കാക്കുന്നത്. ഇനി വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ അവിടെയും കാര്യമായിട്ടുള്ള അന്തരമുണ്ട് പൊരുത്തത്തിന്റെ കാര്യത്തിൽ. നമ്മളൊക്കെ ഒരു പൊരുത്തത്തിന് 1 മാർക്ക് അല്ലെങ്കിൽ 1 പോയിന്റ് കൊടുക്കുമ്പോൾ അവർ മൊത്തം 8 പൊരുത്തങ്ങളാണ്, 8 വിവിധ രീതിയിലുള്ള പൊരുത്തങ്ങളാണ് പരിഗണിക്കുന്നത്. അതിലെ ആ സ്കോറിംഗ് സമ്പ്രദായത്തിന് വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, ആദ്യത്തെ പൊരുത്തത്തിന് 1 മാർക്ക്, രണ്ടാമത്തെ പൊരുത്തത്തിന് 2 മാർക്ക്, അങ്ങനെ പോയിട്ട് 8ാമത്തെ പൊരുത്തത്തിന് 8 മാർക്ക്. അപ്പൊ ഈ 8 പൊരുത്തങ്ങൾക്കും ചേർത്ത് 36 പോയിന്റാണ് അവർ കണക്കാക്കുന്നത്. അതിൽ 18 പോയിന്റിന് മുകളിലുണ്ടെങ്കിൽ വിവാഹം നടത്താം എന്നുള്ള രീതിയിലേക്കാണ് അവിടുത്തെ ജ്യോതിഷികൾ പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവിടുത്തെ അവസാനത്തെ 1 പൊരുത്തം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ 8 മാർക്ക് ലഭിക്കും എന്നർത്ഥം. അപ്പോൾ അത് ഇവിടെ നിന്നും നമ്മുടെ രീതിയിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല സമ്പ്രദായങ്ങളുള്ളപ്പോൾ നമ്മൾ പൊരുത്തത്തിന്റെ മാത്രം പിറകെ പോകാതെ മറ്റുള്ള ജീവിത പശ്ചാത്തലം തുടങ്ങിയവ പഠിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുക, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പൊരുത്തങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരു പെണ്ണിന് ഒരാണിനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആണിന് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്, അവർ മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ കവിഞ്ഞ് ഒരു പൊരുത്തവും ഇല്ല എന്ന് നമ്മളുടെ പല ഗ്രന്ഥങ്ങളിലും അടിവരയിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട്. അത് ആ മാർഗം സ്വീകരിക്കുന്നതാണ് എനിക്കും കൂടുതൽ സ്വീകാര്യമായി തോന്നുന്നത്. അതായത് നാൾപ്പൊരുത്തമില്ല, മറ്റു ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്യോന്യം ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളെ പിരിച്ചു വെക്കുന്നത് തന്നെ ഒരു ദോഷമാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ ഈ പൊരുത്തമൊക്കെ നോക്കണമെന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളെ ഇപ്പോൾ ഏറ്റവും കുഴക്കുന്ന ഒരു പ്രശ്നം, മാട്രിമോണിയയിലും അതുപോലെയുള്ള മറ്റുള്ള ഏജൻസികളും ഒരു ആലോചനയുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ 100 കണക്കിന് അലയൻസ് നമ്മുടെ എടുത്തു തരും, 100 കണക്കിന് പ്രപ്പോസൽസ് തരും. ഇതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമാണ്. ഇത്രയും ചുമന്നുകൊണ്ട് ജ്യോതിഷം എടുത്തു പോകുന്നതും ദുഷ്കരമാണ്. അപ്പൊ അത്യാവശ്യം നമ്മൾ ഈ പൊരുത്തത്തിനെ കുറിച്ച് ഏകദേശ ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്നും കൊള്ളാവുന്നത് മാത്രം തിരഞ്ഞെടുത്തിട്ട് ഒരു ജ്യോതിഷിയെ വേണമെങ്കിൽ പിന്നീട് സമീപിക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പൊരുത്തങ്ങളൊക്കെ കണക്കാക്കേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.